Hello guys, welcome back Asna Stories YouTube channel. I hope you all are fine. So today's video about how to prepare a YouTube channel. എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കിട്ടാം. ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്, ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫാണ്. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതിൽ ഉറപ്പിക്കാൻ പറഞ്ഞാലോ രണ്ടുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ. ഈ ഒരു വീഡിയോ ബിഗിനേഴ്സ് ആണെങ്കിലോ ഞാനിതിൻ്റെ ട്യൂട്ടോറിയൽ തന്നെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കണ്ട് കാണാം. നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇരിക്കണമെങ്കിൽ ലൈക്ക് ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. അപ്പോൾ കമോട്ട് നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോൺ ഓപ്പൺ ആക്കുക, അതായിട്ട് യൂട്യൂബ് അപ്ലൈ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഓഫ് ഓൾ യൂട്യൂബ് വരും. അപ്പോൾ നിങ്ങൾ വല്ല ഷോർട്സൊക്കെ കണ്ടിരിക്കലായിരിക്കും അല്ലേ, അപ്പോഴായിരിക്കും വന്ന വീഡിയോ. പിന്നെ ഈ ലാസ്റ്റത്തെ യുവിൽ നമുക്ക് പിടിച്ച് നിൽക്കുക, എന്നിട്ട് നമ്മൾ യൂട്യൂബ് എന്നുള്ള എന്നിട്ട് പേരൊക്കെ ഉള്ളത് നമുക്ക് തെക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഈ ഫോണിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. എന്നിട്ട് പൊക്കത്ത ആ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിൽക്കുക. അത് പ്രൊഫൈലാണെങ്കിൽ നിങ്ങൾക്ക് ആ റൗണ്ടിൽ പിടിച്ചേക്കണോട്ട്. ഇപ്പോൾ ഉള്ള പ്രൊഫൈൽ മാറ്റാനായിട്ട് റൗണ്ടിൽ പിടിച്ച് നമ്മളെ ഗാലറിയോട് തട്ടും. പിന്നെ മറ്റേ സബ്സ്ക്രൈബൊക്കെ ചെയ്യില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വലുതിൽ പിടിച്ച് നിൽക്കുക. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ കണ്ണാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വേണമെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയിട്ടാ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പിക്ചറാവും. അത് കുറച്ച് നേരം ആവും കേട്ടോ വരാൻ. ഇപ്പോഴല്ല, കുറച്ച് നേരം ആവും അത് വരാനിട്ടാ. പ്രൊഫൈലാവാൻ കുറച്ച് നേരം എടുക്കും. നെക്സ്റ്റ് ആ എഡിറ്റ് ദ ചാനൽ നോക്കിയിട്ട് പേര് നമുക്ക് മാറ്റണം. നിങ്ങൾക്കിപ്പോൾ പേരങ്ങനെ മാറ്റണമെങ്കിൽ ഞാൻ കണ്ണ് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ നെയിമിൽ നിന്നുള്ളതിൽ പിടിച്ച് നിൽക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പേരടിച്ചിട്ട് ആ സേവിൽ പിടിച്ചേക്കുക. അങ്ങനെ ഹൈഡിലും നമുക്ക് മാറ്റാം. ഹൈഡിൽ നിൽക്കുക, അത് പൊക്കുക, എന്നിട്ട് നമുക്ക് പേരടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരടിക്കാം കേട്ടോ. ഞാനിപ്പോൾ അസ്ന സ്റ്റോറീസ് എന്ന് അടിക്കണത് ഒറിജിനലിൻ്റെ പേര് അസ്ന ഒഫീഷ്യൽ എന്നായിട്ട് ഹൈഡൽ. ഓക്കെ, നെക്സ്റ്റ് ഓഫ് ഓൾ അസ്ന ഒഫീഷ്യൽ എന്ന് നമ്മളിങ്ങനെ അടിക്കുക. ഹൈഡിൽ നിൽക്കുക. ഒന്നും കൂടി അതിൻ്റെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുമാതിരി സേവ് നമുക്ക് ഓണായി വരും. അപ്പോൾ സേവ് ചെയ്യുക. അപ്പം നമ്മൾ ഹൈഡിലും സെറ്റായി. അടുത്തത് ഡിസ്ക്രിപ്ഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എഴുതിയൊക്കെ കൊടുക്കണ്ട. എന്ത് പറ്റിയിട്ടാണ് കണ്ടൻറ് എന്നാണ്, സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ ടിക്കി പിടിച്ചിട്ട് പൊക്കത്ത ആ ബ്ലാക്ക് സാധനത്തിലൊന്ന് അപ്ലൈ ചെയ്യുക. ശരിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അങ്ങനെ അടുത്തത് പ്രൈവസി ആക്കരുത്. പ്രൈവസിലാണ്ട് പബ്ലിക്കിൽ നിങ്ങൾ ഓണാക്കിയിടണം. നെക്സ്റ്റ് ഓഫ് ഓൾ മൈ കണ്ടൻറ്റ്സ്, അതൊക്കെ എന്താണെന്ന് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ആപ്പൊക്കെ ഇടണമെന്ന് ആ പ്ലസ് ബട്ടണിൽ പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഇതിൽ അടിയിലുണ്ടിട്ട് പോസ്റ്റ്, ലൈവ്, അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലൈവ് എടുക്കാൻ പോയി. പിന്നെ ലൈവ്, ഷോർട്സ്, അതും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുറേ ഷോർട്സൊക്കെ എടുക്കാം. ഈ തിളങ്ങണ പിടിച്ച് നിൽക്കാൻ നമുക്ക് ഓരോരോ എഫക്ട്സ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ കുറേ എഫക്ട്സ് തിരിയുന്നുണ്ട്. അപ്പോൾ എഫക്റ്റ് വേണ്ടെങ്കിൽ എഫക്റ്റ് വേണ്ട, നമുക്ക് തന്നെ വീഡിയോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു എഫക്റ്റാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നേരത്തെ ഫസ്റ്റ് കാണിച്ചാൽ ചെയ്താൽ മതി കേട്ടോ. എനിക്കിതിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് മടിയാണ്. സോ നെക്സ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു യൂട്യൂബറുടെ സൗണ്ട് കേട്ടിട്ട് അതുമാതിരി നിങ്ങളുടെ യൂട്യൂബ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പൊളത്തിൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ യൂസ് ദിസ് സൗണ്ട് നിൽക്കുക. എന്നിട്ട് നമ്മുടെ മുഖം കാണും. എന്നിട്ട് ഈ എഫക്റ്റിലുള്ളതിൽ പിടിച്ച് നിൽക്കുമ്പോൾ എഫക്റ്റ് ഇങ്ങനെ ഫിൽറ്റർ വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാട്ട് ഉണങ്ങി കഴിഞ്ഞാൽ സൗണ്ടൊക്കെ വരും കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും കളിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷോർട്സ് എടുക്കുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ മറ്റേ പോസ്റ്റ് യൂട്യൂബ് ഷോർട്സ് ലൈവ് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നത് ആ വീഡിയോ നമുക്ക് ചെയ്യാം.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് അടുത്ത വീഡിയോ വീണ്ടും വരെ